പകുതി സീറ്റിലേക്ക് ലീഡ് നില എത്തുന്നു. തേജസ്വിയെ കുറിച്ച് തന്നെയാണ് പറയേണ്ടത്. കാരണം മഹാസഖ്യത്തെ മഹാഗഠബന്ധനെ നയിച്ചത് ആളാണ് തേജസ്വി യാദവ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. തേജസ്വി യാദവാണ് അങ്കിൾ എന്ന വിശേഷണം നിതീഷ് കുമാറിന് നൽകിയത്. അവിടെയാണ് തേജസ്വി യാദവിനെ പോലെയുള്ള ഒരു യുവാവ്, RJDയുടെ യുവരക്തം എന്ന് പറയാവുന്ന തേജസ്വി യാദവ് ഈ ഘട്ടത്തിലെങ്കിലും 1200-ലധികം വോട്ടുകൾക്ക് പിന്നിൽ പോകുന്നു. അതും ലാലുവിന്റെ തട്ടകത്തിൽ, RJDയുടെ തട്ടകത്തിൽ. നിതീഷ് കുമാറിനെ പരിഹസിച്ച തേജസ്വിയെ ബീഹാറിലെ ജനം തള്ളിയിരിക്കുന്നു എന്നറിയാൻ നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഇപ്പോൾ രാഘോപൂരിൽ കുടുംബ സീറ്റിൽ ഇല്ലേ, കുടുംബ സീറ്റിൽ എന്ന് വേണം 1273 വോട്ടുകൾക്ക് 1273 വോട്ടുകൾക്ക് തേജസ്വി യാദവ് പിന്നിൽ നിൽക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. ചരിത്രം ആവർത്തിക്കുകയാണോ? റാബറി ദേവിയെ അട്ടിമറിച്ചതുപോലെ രാഷ്ട്രീയ എതിരാളി ഇപ്പോഴിതാ തേജസ്വി യാദവിനെ മുട്ടുകുത്തിക്കുമോ എന്നതാണ്. അങ്ങനെയെങ്കിൽ RJDക്ക് മുഖമുയർത്തി നിൽക്കാൻ പോലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സാധിക്കില്ല. സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകുമോ എന്നറിയത്തില്ല. രാഘോപൂർ BJP ahead of 12,073 വോട്ടുകൾക്ക് BJP മുന്നിൽ എന്ന വാർത്ത കൂടി വരികയാണ്. രാഘോപൂരിൽ അത്രയും വലിയൊരു ലീഡിലേക്ക് പോയോ? അതിന് സാധ്യത എനിക്ക് തോന്നുന്നില്ല. കാരണം 12,000 ആകാൻ സാധ്യതയില്ല, 1200 ആയിരിക്കണം. കാരണം വോട്ട് എണ്ണൽ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ്. പക്ഷേ 12,073 എന്ന നിലയിലുള്ള ഡേറ്റകളും പുറത്തു വരികയാണ്. രാഘോപൂരിൽ BJP സ്ഥാനാർത്ഥി മുന്നിലെന്ന വാർത്ത വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഷോക്കിംഗ് ആണ്. വലിയ ഒരു മാർജിനിൽ തേജസ്വിയുടെ തോൽവി രാഘോപൂരിൽ സംഭവിക്കുന്നുവെങ്കിൽ അത് വല്ലാത്ത അവസ്ഥയായിരിക്കും. RJDയെ സംബന്ധിച്ച് മുഖം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാവുകയാണ്. ബീഹാർ പാടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു മഹാഗഠബന്ധന്. ഒരേ ഒരു മുഖമായിരുന്നു എടുത്തു പറയാനുണ്ടായിരുന്നത്. അത് തേജസ്വി യാദവിന്റെ മുഖമായിരുന്നു. ലാലു പ്രസാദ് യാദവിന്റെ മകൻ എന്ന ലേബലിൽ തന്നെ തേജസ്വി യാദവ് 12,073 വോട്ടിന് തേജസ്വി പിന്നിലെന്ന്. കിരൺ, എന്താണ് രാഘോപൂരിൽ സംഭവിക്കുന്നത്? വന്ധ്യവയോധികനായ നിതീഷും ചെറുപ്പക്കാരനായ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വിയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ബീഹാറിൽ നടന്നതെങ്കിൽ ആ ഏറ്റുമുട്ടലിൽ അമ്പേ പരാജയപ്പെട്ടിരിക്കുകയാണോ തേജസ്വി? അങ്ങനെ തന്നെ പറയണം. തേജസ്വിനി